പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇനി ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കൂടി പറക്കണ്ട എന്നാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത്. നേരത്തെ എടുത്ത നിലപാടാണ്, ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു നയപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഇതിൽ നഷ്ടം നമ്മൾ കണക്കാക്കുന്നില്ല. ഇത് രാജ്യസുരക്ഷയെ കരുതി അല്ലെങ്കിൽ പാകിസ്ഥാനെ എല്ലാ മേഖലയിലും ഉപരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക് ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അവരും ഇന്ത്യൻ വിമാനങ്ങൾക്ക്, യാത്രാ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് സാധനം അവരുടെ വ്യോമാതിർത്തി ഇന്ത്യക്കും അടച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ ഇത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം, അതായത് ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത്. തുടർന്ന് ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ അന്തരീക്ഷം ഉടലെടുത്തു. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉടലെടുത്തു. നമ്മൾ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന അടക്കമുള്ള സംഗതികളിലേക്ക് പോയി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വ്യോമാതിർത്തികൾ അടച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് രണ്ട് രാജ്യങ്ങളും പോയത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ഇന്ത്യയുടെ വ്യോമാതിർത്തി പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് അടച്ചത്. അത് ഏതാണ്ട് മെയ് 24 വരെയായിരുന്നു അതിൻ്റെ സമയപരിധി. പിന്നീട് നമ്മളത് നീട്ടുകയായിരുന്നു. മെയ് 24 എന്നുള്ളത് ജൂൺ 24-ന് അവസാനിച്ചു. വീണ്ടും ജൂൺ 24-ന് വീണ്ടും കൂട്ടി അത് ജൂലൈ 24-ന് അവസാനിച്ചു. അതാണ് ഇനി അടുത്ത ഓഗസ്റ്റ് 23-ലേക്ക് നീട്ടിയേക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് തൽക്കാലം വ്യോമയാന മന്ത്രാലയം ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം ചിന്തിക്കുന്നില്ല. അതുതന്നെയാണ് പോകുന്നത്. അതായത് ഇതിനൊരു നോട്ടാം എന്നാണ് പറയുക. അതായത് വിമാന കമ്പനികൾക്കും വിമാനം പറത്തുന്ന പൈലറ്റുമാർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് നോട്ടീസാണ്. അപ്പോൾ ഇത് പ്രകാരം പാകിസ്ഥാൻ്റെ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശനമില്ല. ഇനി ആ വിലക്ക് ലംഘിച്ച് ഏതെങ്കിലും വിമാനം പാകിസ്ഥാൻ്റെ, അതിപ്പോൾ യാത്രാ വിമാനമാണെന്നില്ല, ഏത് വിമാനവും, യുദ്ധവിമാനം ആയിക്കോട്ടെ, യാത്രാ വിമാനം ആയിക്കോട്ടെ, ഇനി നിരീക്ഷണ വിമാനമാണെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഒരു വിമാനങ്ങൾക്കും ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ അനുമതിയില്ല. അങ്ങനെ അനുമതി ലംഘിച്ച് കടന്നു വരികയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതായത് ആദ്യം വാണിംഗ് കൊടുക്കും. ഇപ്പോൾ യാത്രാ വിമാനമാണെങ്കിൽ വാണിംഗ് ആയിരിക്കും കൊടുക്കുക. എന്നിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ആക്രമിച്ച് നേരിടും എന്നുള്ളതാണ് അതിൻ്റെ രീതി. പാകിസ്ഥാനും സമാനമായ രീതിയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട്. അവരും ഇതേപോലെ അവരുടെ വിലക്കിൻ്റെ കാലാവധി ഓഗസ്റ്റ് 24 വരെ, ഇന്ത്യയെക്കാൾ ഒരു ദിവസം കൂടി കൂടുതലാണ് അവരുടെ, ഓഗസ്റ്റ് 24-ലേക്കും നീട്ടിയിട്ടുണ്ട്. നമ്മളീ പറയുന്നത് പോലെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ചില ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ റഡാർ ചിത്രങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അതായത് അത്രയും ഭാഗം വിമാനങ്ങൾ ഇങ്ങനെ ഓരോ വിമാനങ്ങളിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ അത്രയും മേഖല ഒഴിഞ്ഞു കിടക്കുക. അതായത് ആ മേഖലയിലോട്ട് വിമാനങ്ങൾ പോകുക. അത് സുരക്ഷയെ കരുതിയാണ് ആ സമയത്ത് എല്ലാവരും പോകാതിരുന്നത്. മറ്റ് വിമാന കമ്പനികളും ഇപ്പോൾ പാകിസ്ഥാൻ്റെ, ഇന്ത്യയുടെയൊക്കെ ആ ഭാഗത്തുള്ള വ്യോമ മേഖല ഒഴിവാക്കിയിരുന്നു. അത് സുരക്ഷയെ കരുതി രണ്ട് രാജ്യങ്ങൾ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ഔദ്യോഗികമായിട്ട് രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ വിമാനങ്ങളെ വിലക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നടപടി എടുത്തപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് എയർ ഇന്ത്യക്ക് തന്നെയാണ്. കാരണം ഏതാണ്ട് 1200-ഓളം വിമാന സർവീസുകളാണ് ഈ എയർ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാസം നടത്തുന്നതെന്നാണ് ഏകദേശ കണക്ക്. അതിലേറിയ പങ്കും ഇത് പാകിസ്ഥാൻ അതിർത്തിയിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വ്യോമ മേഖല കടന്നു വേണം പോകാൻ. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക്, അതായത് വടക്കേ ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റ് അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് വെക്കുമ്പോൾ ഈ വിമാനങ്ങൾക്ക് ദൂരെ കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ കൂടെ കവർ ചെയ്ത് പോകേണ്ടി വരും. നേരെ പോകേണ്ടതിന് പകരം വളഞ്ഞു പോകേണ്ടി വരുമെന്ന് ചുരുക്കം. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കുറേ അധികം ഇന്ധനച്ചെലവുണ്ടാകും, സമയനഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇന്ധനച്ചെലവും ഇന്ധനച്ചെലവ് നമുക്ക് മനസ്സിലാകും. സമയനഷ്ടം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള യാത്രക്കാർക്ക് അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് കറങ്ങിത്തിരി ഇപ്പോൾ 2-3 മണിക്കൂർ അധികം യാത്ര ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിഫ്രഷ്മെൻറ്റ്സ് വിമാനത്തിൽ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വിമാനം ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. അപ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അധിക ചിലവായിരുന്നു. എയർ ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പല വിമാന കമ്പനികൾക്കും ഇങ്ങനെ അധിക ചിലവുണ്ടായി. ഇപ്പോൾ എയർ ഇന്ത്യക്ക് മാത്രം ഏതാണ്ട് ഇങ്ങനെ ഈ യാത്രാ വിലക്കുള്ള അല്ലെങ്കിൽ വ്യോമപാതയിലുള്ള വിലക്ക് മൂലം എയർ ഇന്ത്യക്ക് മാത്രം ഏതാണ്ട് $591 മില്യൺ നഷ്ടമാണ് അവർ കണക്കാക്കിയത്. ഇത്തരത്തിലധിക ചിലവ്. അപ്പോൾ എയർ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ $520 മില്യൺ
നഷ്ടമാണ് എയർ ഇന്ത്യക്ക് ഉള്ളത്. പ്രവർത്തന ചെലവ് വെച്ച് നോക്കുമ്പോൾ അവർ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയല്ല, നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അത്തരത്തിൽ നഷ്ടത്തിൽ ഓടുന്ന ഒരു കമ്പനി ഈ വ്യോമപാത വിലക്കുന്നത് കൊണ്ട് വീണ്ടും അധിക നഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സാഹചര്യം പരിഹരിക്കാനായിട്ട് അവർ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടിയിരുന്നു. അതിന് വിവിധങ്ങളായ നികുതി ഇളവുകൾ ആവശ്യപ്പെട്ടു, സബ്സിഡി ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ കാര്യമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇപ്പോഴുള്ളത്. സമാനമായ സ്ഥിതി തന്നെയാണ് പാകിസ്ഥാനും ഉള്ളത്. അവർക്കും ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നു വരാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയെ അപേക്ഷിച്ച് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ റിസ്ക് കുറവാണ്. കാരണം അധികം വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിച്ച് സർവീസ് ചെയ്യുന്ന അധികം വിമാനങ്ങൾ പാകിസ്ഥാനില്ല. ഏറിയ കൂടിപ്പോയാൽ ഈ പറയുന്ന ബെയ്ജിങ്ങിലേക്കോ, അതായത് ചൈന, അതേപോലെ തന്നെ കോലാലംപൂർ മലേഷ്യ, അവിടെ അങ്ങോട്ടൊക്കെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾ മാത്രമായിരിക്കും, പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു പരിധിവരെ ഇന്ത്യൻ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശങ്ക ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ അവരും അതായത് രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം വ്യോമാതിർത്തികൾ അടച്ച് ആ ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ തുടരുകയാണ്. എന്തായിരിക്കും ഇനി എപ്പോഴെങ്കിലും ഇത് തുറന്നു കൊടുത്താൽ, ഇപ്പോൾ ഓഗസ്റ്റിൽ ഇത് തുറക്കുമെന്ന് പറയുന്നത്? അതായത് ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധം ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര ബന്ധം പോലും ഇല്ല. ഇപ്പോൾ അതിർത്തി രാജ്യങ്ങളാണ്, അതിർത്തികൾ അടച്ചിരിക്കുകയാണ്. ആ സംഘർഷത്തിന് അയവുണ്ടായെങ്കിലും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇനി ചർച്ചകൾക്ക് വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ ക്ഷണിക്കുന്നുണ്ട്. ഇന്ത്യ അതിനോട് ഇതുവരെ അനുകൂല നിലപാടെടുത്തിട്ടില്ല. ഇന്ത്യ പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഊന്നി പറഞ്ഞേക്കുന്നത്. ഒന്ന്, നയതന്ത്രവും ഭീകരവാദവും ഒരുമിച്ച് പോകില്ല, വെള്ളവും രക്തവും ഒരുമിച്ച് പോകില്ല. അപ്പോൾ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ കൃത്യമായൊരു നിലപാടെടുക്കണം. അതായത് നമ്മൾ ആവശ്യപ്പെട്ട പോലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ കൃത്യമായ നടപടിയെടുക്കണം. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറണം. ഈ കാര്യങ്ങളിൽ ഇന്ത്യക്ക് ബോധ്യമാകുന്ന തരത്തിൽ പാകിസ്ഥാൻ പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ ചർച്ചയുള്ളൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ ഷഹബാസ് ഷെരീഫ് ഇക്കാര്യത്തിൽ ഏത് വിഷയത്തിൽ ഇന്ത്യയായിട്ട് ചർച്ചയാകാം എന്നുള്ളൊരു നിലപാടുകാരനാണ്. അതായത് ഇപ്പോൾ കാശ്മീർ വിഷയം ആയിക്കോട്ടെ, ഭീകരവാദ പ്രവർത്തനം ആയിക്കോട്ടെ, ഇപ്പോൾ മറ്റേ സിന്ധു നദീജല കരാർ റദ്ദാക്കി വെച്ചേക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ആയിക്കോട്ടെ, അതിനോടൊക്കെ ചർച്ചയാകാമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നിലപാട്. അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടായിരിക്കും നിർണായകം. ഇന്ത്യ പാകിസ്ഥാനെ ഇനി ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷാന്തരീക്ഷമുണ്ട്, ഇപ്പോഴും സൈനിക വിന്യാസം ഉണ്ട്. കാശ്മീരിലടക്കം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഈ വിഘടനവാദി സംഘടനകൾ കോപ്പുകൂട്ടുന്നതായിട്ടാണ് ഇന്ത്യക്ക് കിട്ടിയ രഹസ്യാന്വേഷണ വിവരം. കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൽ അവർക്കുണ്ടായ നാണക്കേടിന് തിരിച്ചടി തരാനായിട്ടുള്ള പടയൊരുക്കം ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാൻ നടത്തുന്നുണ്ടെന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ. അതുകൊണ്ട് ഉടനെ എങ്ങും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പൂർവ്വസ്ഥിതിയിലാകും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ അങ്ങനെ ആയതാണ് മുൻകാല ചരിത്രം. നമ്മൾ പല മേഖലയിലും പാകിസ്ഥാനുമായിട്ട് പിന്നീട് സഹകരിച്ചിട്ടുണ്ട്. ഇണങ്ങിയും പിണങ്ങിയും തന്നെയാണ് മുമ്പും പോയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി ഇത്തിരി സങ്കീർണമായ അവസ്ഥയിലാണുള്ളത്. അത്ര പെട്ടെന്നൊരു രാഷ്ട്രീയ പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണവും കുറച്ചു കാലം കൂടി തുടരാൻ തന്നെയാണ് സാധ്യത.